തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീയുതപതകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാന്യതാം ച ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരേ. ഓം തത്സത്. ഹരേ കൃഷ്ണ. പുഹു അല്ലു ഹരേ കൃഷ്ണ. സ്വാഗതം സിമ്മി സ്വാഗതം. ഹരേ കൃഷ്ണ. അങ്ങനെ രാവണൻ ആ മായാസീതയെയും കൊണ്ട് പോവുകയാണ്. സീതയെ വഹിച്ചുകൊണ്ടുള്ള രഥം അതിവേഗം ആകാശത്തിലൂടെ സഞ്ചരിച്ചു. എങ്ങോട്ടേക്കാണ്? ലങ്കയിലേക്ക്. പാവം സീത തേരിനുള്ളിൽ ദുഃഖിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. പെട്ടെന്ന് രഥം മലമുകളിൽ എത്തിയപ്പോൾ 5 വാനരന്മാർ ഇരിക്കുന്നത് സീത കണ്ടു. ആരുമാകട്ടെ ദേവി ഉത്തരീയത്തിൽ തന്റെ ആഭരണങ്ങൾ പൊതിഞ്ഞു കെട്ടി താഴേക്കിട്ടു. രാമന് കാര്യമറിയാൻ ആ പൊതി ഉപകരിക്കട്ടെ എന്ന് ആശിച്ചു. രാവണൻ കടൽ കടന്ന് ലങ്കയിലെത്തി സീതയെ തന്റെ അന്തഃപുരത്തിലെ ഏകാന്തമായ അശോകവനത്തിലിരുത്തി. ചുറ്റും പരിചരിക്കാൻ രാക്ഷസിമാരും. സീത രാമനാമം ജപിച്ച് രാക്ഷസിമാരുടെ നടുവിലിരുന്നു. സ്ത്രീക്ക് സഹിക്കാൻ കഴിയാത്ത വലിയ ദുഃഖം ഭർത്താവിന്റെ വേർപാടാണ്. ആ ദുഃഖം സഹിച്ചുകൊണ്ട് ഇരിക്കുന്നിടമോ ദുഷ്ടരാക്ഷസന്മാരുടെ സങ്കേതവും. സീതയുടെ സ്ഥിതി വളരെ ദയനീയം തന്നെ. മാരീചനെ കൊന്ന ശേഷം രാമൻ ആശ്രമത്തിലേക്ക് മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് ലക്ഷ്മണന്റെ വരവ്. സീതയുടെ സംരക്ഷണ ചുമതല താൻ ലക്ഷ്മണനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. എന്നിട്ട് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെയുള്ള ഈ വരവിന്റെ അർത്ഥം എന്താണ്? അവിടെ വല്ല ആപത്തും ഉണ്ടായോ? സീതയെ രാക്ഷസന്മാർ തട്ടിക്കൊണ്ടുപോയോ? തിന്നോ? ശ്രീരാമന് സംശയങ്ങൾ വർദ്ധിക്കുകയാണ്. ലക്ഷ്മണൻ സീതയെ വിട്ടുപോരാനുണ്ടായ കാരണം വിശദീകരിച്ചു. പക്ഷേ അതിന്റെ തെറ്റും ശരിയും കാണാനുള്ള മാനസിക അവസ്ഥയിലല്ലായിരുന്നു രാമന്റേത്. ആശ്രമത്തിലെത്തിയപ്പോൾ സംശയങ്ങൾ സ്ഥിരപ്പെട്ടു. സീതയെ കാണാനില്ല. അന്വേഷിച്ചു നടന്നു, എങ്ങുമില്ല. വനദേവതമാരോട് ചോദിച്ചു, സീതയെ കണ്ടു? ഇല്ല, അവർ കണ്ടിട്ടില്ല. മൃഗങ്ങളോടും വൃക്ഷലതാദികളോടും പക്ഷികളോടും സീതയെ കാട്ടിത്തരാൻ അപേക്ഷിച്ചു, അവരും കണ്ടില്ല. എല്ലാം അറിയുന്ന രാമന് സീതയെ കാണാൻ കഴിയുന്നില്ല. ഭ്രാന്തനെ പോലെ രാമൻ വനത്തിൽ അരഞ്ഞു നടന്നു. ലക്ഷ്മണൻ പിന്നാലെ നടന്ന് സാന്ത്വന വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിച്ചു. പക്ഷെ ഒരു ഫലവുമില്ല. രാമൻ മായയാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഒന്നും സഹിക്കാൻ വയ്യാത്ത അവസ്ഥ. വനത്തിൽ ഓടി നടന്ന് തേടി നടന്ന് തളർന്നു. അതാ അങ്ങ് ദൂരെ ഒരു തേര് തകർന്നു കിടക്കുന്നു. ഒരു ഏറ്റുമുട്ടൽ നടന്നതിന്റെ തെളിവുകളുമുണ്ട്. അടുത്ത് ചെന്ന് ബോധ്യപ്പെട്ടു, ആരോ സീതയെ രഥത്തിൽ വന്ന് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിരിക്കണം. ആ രഥം തകർത്ത് മറ്റൊരുവൻ അവളെ കട്ടുകൊണ്ടു പോയിട്ടുണ്ട്, തീർച്ച. ശ്രീരാമൻ തന്റെ നിഗമനം ലക്ഷ്മണനോട് പറഞ്ഞു. ചുറ്റും നടന്നു നോക്കി. മല പോലെ ഒരു സത്വം കിടക്കുന്നു. ആ വലിയ ശരീരം ചോരയിൽ കുളിച്ചാണ് കിടപ്പ്. ഇവൻ സീതയെ പിടിച്ചു നിന്ന് ഏകാന്തതയിൽ കിടക്കുകയാണ് എന്ന് ശ്രീരാമൻ ചിന്തിച്ചു. ശ്രീരാമൻ ആ രാക്ഷസനെ കൊല്ലാൻ ലക്ഷ്മണനോട് ആവശ്യപ്പെട്ടു. താൻ രാമനെ കാത്തു കിടക്കുന്നവനാണ്, ആരും കൊല്ലണ്ട, മരിക്കാൻ തന്നെയാണ് കിടപ്പ്, ഓർമ്മയുണ്ടോ എന്ന് ജടായു ചോദിക്കുന്നു. സീതയെ കട്ടുകൊണ്ടുപോകുന്ന രാവണനെ പിന്തുടരുന്നതിന്റെ ഫലമാണിത്. രാവണനോട് യുദ്ധം ചെയ്തു. രാവണന്റെ വെട്ടേറ്റ് നിലം പതിച്ചു. ഈ സത്യം അറിയിക്കാൻ കിടക്കുകയാണ്, ഇനി മരിക്കാൻ അനുവദിക്കൂ. ജടായുവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ശ്രീരാമൻ തെറ്റിദ്ധാരണ മാറ്റി ജടായുവിനെ ആശ്വസിപ്പിച്ചു. താൻ ചെയ്യേണ്ട കടമ നിറവേറ്റിയ ഉത്തമ ബന്ധുവാണ് ജടായു. ജടായു ഇല്ലായിരുന്നുവെങ്കിൽ സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയ വിവരം ഇത്ര പെട്ടെന്ന് അറിയാൻ കഴിയില്ലായിരുന്നു. ഒരു ഭക്തന്റെ കടമ കൂടി അവിടെ പറയുകയാണ്. ശ്രീരാമൻ ജടായുവിനെ മുറിവേറ്റ ശരീരം തടവി
പരമാനന്ദത്തിന്റെ പാരമ്യത്തിൽ ജടായു പ്രാണം പിടിഞ്ഞു. ലക്ഷ്മണൻ വിറക് ശേഖരിച്ചു, ചിത ഒരുക്കി ജടായുവിനെ ദഹിപ്പിച്ചു. ഒരു പുത്രന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷിരാജാവിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യണം. രാവണ ലക്ഷ്മണന്മാർ തന്നെയാണ് അതിന് അർഹൻ. ജന്മം കൊണ്ട് അകൽച്ചയുണ്ട് പക്ഷിയും മനുഷ്യനും. പക്ഷേ കർമ്മബന്ധം രണ്ടു കൂട്ടരെയും അടുപ്പിച്ചിരിക്കുന്നു. ഒരു മാനിനെ കൊന്ന് അതിന്റെ മാംസം ആ പുത്തകടിയിൽ വിതറി. എല്ലാ പക്ഷികളും അത് തിന്നട്ടെ. പക്ഷിരാജാവിന്റെ ആത്മാവിന് തൃപ്തിയുണ്ടാവട്ടെ. അന്ത്യകർമ്മങ്ങൾ ചെയ്ത ശേഷം രാവണ ലക്ഷ്മണന്മാർ സീതാന്വേഷണത്തിന് പുറപ്പെട്ടു. മറ്റൊരു വനത്തിലേക്ക് കടന്നു. അവിടെ അത്ഭുതകരനായ ഒരു രാക്ഷസൻ കിടക്കുന്നു. വിചിത്ര രൂപം. നെഞ്ചിൽ തന്നെയാണ് വലിയ തല. കണ്ണില്ല, കാതില്ല, കാലില്ല, അംഗങ്ങൾ ഒന്നുമില്ലെന്ന് തന്നെ പറയാം. കൈകളുണ്ട്, അവ വളരെ നീണ്ടതാണ്. ഒരു നാട് മുഴുവൻ എത്തിപ്പിടിക്കാൻ കഴിയുന്ന നീളമുണ്ട് അവയ്ക്ക്. സകല ജീവികളെയും എത്തിപ്പിടിച്ച് കൊന്നു തിന്നും. അവന്റെ കയ്യിൽ അകപ്പെട്ടു പോയാൽ ചത്തതു തന്നെ. ചുറ്റി നടക്കുന്നതിനിടയിൽ രാമ ലക്ഷ്മണന്മാർ ആ കൈകൾക്ക് അകത്തായി. അപ്പോഴാണ് ആ ഭീകര സത്വത്തെ കാണുന്നത്. അവനാണ് കബന്ധൻ. ഉടനെ അവനെ കൊന്നില്ലെങ്കിൽ അവർ അവന്റെ വായിൽ അകപ്പെടും. രണ്ടുപേരെയും കൂട്ടിപ്പിടിച്ച് അവൻ തിന്നാൻ വായോട് അടുപ്പിച്ചു. രാമൻ വലതു കൈ വെട്ടി, ലക്ഷ്മണൻ ഇടതു കൈയും. കയ്യേറ്റുപോയപ്പോഴാണ് കമന്ധൻ അറിയുന്നത് തന്നെ. കമന്ധന്റെ ഓർമ്മകൾ പിറകോട്ടൂടി. താൻ ശപിക്കപ്പെട്ട കഥ. ഇവിടെ കമന്ധന് ഭഗവാൻ മോക്ഷം കൊടുക്കുകയാണ്. കമന്ധൻ ഗന്ധർവ രാജാവായിരുന്നു. സുന്ദരനും യൗവനത്തിൽ ഊറ്റം കൊള്ളുന്നവനും. സുന്ദരികളുടെ മനസ്സിൽ അവൻ സ്ഥാനം നേടി. ദീർഘകാലം ജീവിക്കാൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വരം സമ്പാദിച്ചു. ഒരിക്കൽ അഷ്ടവക്ര മഹർഷിയെ കണ്ടുമുട്ടി. വിരൂപനായ മുനിയെ താൻ കളിയാക്കി ചിരിച്ചു. തന്റെ മനസ്സിലുള്ള അഹന്തയായിരുന്നു അതിന് കാരണം. മഹർഷി ശപിച്ചു, രാക്ഷസനായി തീരട്ടെ. ആ അഷ്ടവക്ര മുനിയെ പിന്നീട് ഭഗവാൻ ആ കൂനൊക്കെ മാറ്റിക്കൊടുക്കും. അതും ഭഗവാന്റെ ഒരു അനുഗ്രഹം. താൻ അത്ര പ്രതീക്ഷിച്ചിരുന്നില്ല. ശാപമോക്ഷത്തിന് വേണ്ടി മഹർഷിയുടെ കാൽക്കൽ വീണു. ശാപമോക്ഷം കിട്ടി. സീതാന്വേഷണ സമയത്ത് ശ്രീരാമൻ വരും. അന്ന് നിന്റെ കൈകൾ മുറിച്ചു നീക്കപ്പെടും, മോക്ഷം ലഭിക്കും. അതെ, ശ്രീരാമന്റെ സാന്നിധ്യം കൊണ്ട് കമന്ധൻ മുന്നേ പോലെയായി. അവിടെ കഥ തീരുന്നില്ല. ഗന്ധർവൻ രാക്ഷസനായ കഥയെ കഴിഞ്ഞുള്ളൂ. രാക്ഷസൻ കമന്ധനായി തീരുന്നതിനും ഒരു ശാപകഥയുണ്ട്. തപശക്തിയിലുള്ള അഹങ്കാരം കൊണ്ട് ഒരിക്കൽ ദേവേന്ദ്രനോട് നേരിട്ട് ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് വെട്ടി തലയേറ്റു. ബ്രഹ്മാവിന്റെ വരബലം കൊണ്ട് താൻ മരിച്ചില്ല. തല നെഞ്ചിൽ ഉറച്ചു. കമന്ധന്റെ തല എങ്ങനെയാണ് നെഞ്ചിൽ വരുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ കബന്ധനായി. ജീവിക്കാൻ വേണ്ടി ഇന്ദ്രൻ തന്ന കൈകൾ കൊണ്ട് കയ്യിൽ കിട്ടിയവരൊക്കെ കടിച്ചു നിന്ന് ജീവിച്ചു. കമന്ധന് ശാമോക്ഷം ലഭിച്ചു. ആ ജഡത്തിൽ നിന്ന് പഴയ സുന്ദരനായ ഗന്ധർവൻ ഉയർന്നു പൊങ്ങി ശ്രീരാമനെ സ്തുതിച്ചു. ശ്രീരാമനും ലക്ഷ്മണനും വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ അവർ മാതംഗ ആശ്രമത്തിൽ പ്രവേശിച്ചു. കമന്ധൻ മോക്ഷം കൊടുത്തു. പിന്നീട് മാതംഗ മുനിയുടെ ആശ്രമത്തിൽ പ്രവേശിച്ചു. അവിടെ മഹർഷിയുടെ ശിഷ്യ ശബരി ശ്രീരാമന്റെ വരവും കാത്തിരിപ്പായിരുന്നു. അപ്പം മാതംഗ മുനിയുടെ ശിഷ്യയായിരുന്നു ശബരി. ശബരിയുടെ ഗുരുക്കന്മാർ സീതാന്വേഷണ സമയത്ത് ശ്രീരാമൻ വരുമെന്നും അന്ന് ശബരിക്ക് മോക്ഷം ലഭിക്കുമെന്നും പറഞ്ഞിരുന്നു. താഴ്ന്ന ജാതിക്കാരിയും സേവിക്കാൻ മാത്രം അറിയുന്നവളുമായ ശബരിയുടെ ഭക്തി കണ്ട് ശ്രീരാമൻ സന്തോഷിച്ചു. അവൾ നൽകിയ ദിവ്യഫലങ്ങളും പൂജയും സ്വീകരിച്ചു. ഇതിൽ പരം സന്തോഷിക്കാൻ മറ്റെന്തുണ്ട്? ശ്രീരാമൻ അവളെ അനുഗ്രഹിച്ചു. ശബരി ഹോമാഗ്നി ശരീരം അർപ്പിച്ചു, മുക്തി നേടി. അതിനുശേഷം ശബരിയുടെ ആഗ്രഹപ്രകാരം സുഗ്രീവനുമായി സഖ്യം ചെയ്യാൻ ഇക്ഷ്യമൂകാചലം എന്ന മലയിലേക്ക് യാത്ര തിരിച്ചു. അവിടെ സുഗ്രീവൻ ബാലിയെ പേടിച്ച് 4 മന്ത്രിമാരോടൊപ്പം കഴിയുകയാണ്. അതോടുകൂടി അധ്യാത്മരാമായണം എഴുത്തച്ഛന്റെ 16-ാം ഭാഗം മംഗളകരമാവുകയാണ്. ഹരേ കൃഷ്ണ. അപ്പം ഇനി നമുക്ക് വരികളിലൂടെ, എഴുത്തച്ഛന്റെ വരികളിലൂടെ നമുക്ക് പോകാം. ഹരേ കൃഷ്ണ. സുമാജി സ്റ്റാർട്ട് ചെയ്തോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ലക്ഷ്മണനേകും അറിഞ്ഞില്ലല്ലോ പരമാർത്ഥമിക്കാലമെങ്ങനെയും വഞ്ചിക്കുന്ന ദേവരു ലക്ഷോനായകൻ കൊണ്ടുപോയതുമായ സീത ലക്ഷ്മി ദേവിയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു? അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞാൽ ഇക്കാര്യവും വന്നുകൂടാ. ദുഃഖിച്ചു കൊള്ളൂ ഞാനും പ്രാകൃതനെന്ന പോലെ മൈക്കണ്ണി തന്നെ തിരിഞ്ഞാശുപോയി ചെല്ലാമല്ലോ.
രക്ഷോ നായകനുടെ രാജ്യത്തിലെന്നാൽ പിന്നെ തൽക്കുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ അഗ്നിമണ്ഡലെ വാഴും സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ടു പോകാമയോധ്യയ്ക്കു വൈകാതെ പിന്നെയും അക്ഷയധർമ്മമോടു രാജ്യത്തെ വഴി പോലെ രക്ഷിച്ചു കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം. പുഷ്കരോത്ഭവനിത്തം പ്രാർത്ഥിക്ക നിമിത്തമായർക്കവംശത്തിങ്കൽ ഞാൻ മർത്യനായി പിറന്നതും മായാമാനുഷനാകുമെന്നുടെ ചരിതവും മായാവൈഭവങ്ങളും കേൾക്കയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും മർത്യന പ്രയാസേന മുക്തിയും സിദ്ധിച്ചിടുമില്ല സംശയമേതും. ആകയാൽ അവിനേയം വഞ്ചിച്ചു ദുഃഖിപ്പു ഞാൻ പ്രാകൃത പുരുഷനെ പോലെ എന്നത് അകതാരിൽ നിർണയിച്ചവരജനോടരുൾ ചെയ്തിടിനാൻ. പർണശാലയിൽ സീതയ്ക്കാരൊരു തുണയുള്ളൂ. എന്തിനിങ്ങോട്ടു പോന്നു ജാനകി തന്നെ ബലാൽ എന്തിനു വെടിഞ്ഞു നീ രാക്ഷസരവളെയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ കണ്ടകജാതികൾക്കെന്തോ നരുതാത്തതോർത്താൽ. അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനും അഗ്രേ നിന്നുറന്നുടൻ തൊഴുതു വിവശനായി ഗദ്ഗദാക്ഷരമുര ചെയ്തിരു ദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ ബാഷ്പവും തൂകി തൂകി. ഹാഹാ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഘ്രം. ഹാഹാ രാക്ഷസൻ എന്നെ നിഗ്രഹിച്ചിടുമിപ്പോൾ. ഇത്തരം നക്തഞ്ചരൻ തൻ വിലാപങ്ങൾ കേട്ടും മുക്തഗാത്രിയും തവ നാദമെന്നുറയ്ക്കയാൽ അത്യർത്ഥം പരിതാപം കൈകൊണ്ടു വിലാപിച്ചു സത്വരം ചെന്നു രക്ഷിക്കെന്നോടരുൾ ചെയ്താൽ. ഇത്തരം നാദം മമ ഭ്രാതാവിനുണ്ടായി വരാ ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും. രാക്ഷസനുടെ മായാഭാഷിതമിതം നൂനം കാൽക്ഷണം പൊറുക്കെന്നു ഞാൻ പലപുര ചെന്നാൻ എന്നതോ കേട്ടു ദേവി പിന്നെയും ഉര ചെയ്താൾ എന്നോടു പലതരമിന്നവയെല്ലാം ഇപ്പോൾ നിൻ തിരുമുമ്പിൽ നിന്നു ചൊല്ലുവാൻ പണിയെന്നാൽ. സന്താപത്തോടും ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നിന്തിരുമലരടി വന്ദിപ്പാൻ പിടകൊണ്ടേൻ. എങ്കിലും പിഴച്ചതു പോന്നത് സൗമിത്രേ നീ ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ. യോഷമാരുടെ വാക്കു സത്യമെന്നോർക്കുന്നവൻ ഘോഷനെത്രയുമെന്നു നീ അറിയുന്നതില്ലേ. രാക്ഷസാം പരീക്ഷകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞില്ല. ഇങ്ങനെ നിനച്ചുട ജാന്തർഭാഗത്തിങ്കൽ ചെന്നെങ്ങുമേ നോക്കി കാണാനാകുലപ്പെട്ടു രാമൻ. ദുഃഖഭാവവും കൈക്കൊണ്ടത്രയും വിലാപിച്ചാൻ നിഷ്കളനാത്മാരാമൻ നിർഗുണനാത്മാനന്ദൻ. ഹാഹാ വല്ലഭേ സീതേ ഹാഹാ മൈഥിലീനാഥേ ഹാഹാ ജാനകി ദേവി ഹാഹാ മൽപ്രാണേശ്വരി. എന്നെ മോഹിപ്പിത്തതിനായി മറിഞ്ഞിരിക്കയോ ധന്യേ നീ വെളിച്ചത്തു വന്നിടുമടിയാതെ. ഇത്തരം പറകയും കാനനം തോറും നടന്നത്തൽ പൂണ്ടന്വേഷിച്ചു കാണാഞ്ഞു വിവശനായി. വനദേവതമാരെ നിങ്ങളുണ്ടോ കണ്ടു വനജേഷണയായ സീതയെ സത്യം ചൊൽവിൻ. മൃഗസഞ്ചയങ്ങളിൽ നിങ്ങളുമുണ്ടോ കണ്ടു മൃഗലോചനയായ ജനകപുത്രി തന്നെ. പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു പശ്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം. വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം. പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു ഇത്തമോരോനെ പറഞ്ഞത്രയും ദുഃഖം പൂണ്ടു. സത്വരം നീളെ തിരിഞ്ഞെങ്ങുമേ കണ്ടില്ലല്ലോ. സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണൻ അനേക ജലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയ അഖണ്ഡാത്മൻ
അനന്താത്മകൻ ജഗന്മയൻ മായയാ മാനുഷ്യഭാവേന ദുഃഖിച്ചിടിനാൻ കാര്യമാനുഷൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി തത്വജ്ഞന്മാർക്കു സുഖദുഃഖ ഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയുമില്ല ജ്ഞാനമില്ലായ്കയാൽ ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ തേരൊഴിഞ്ഞുടഞ്ഞു വീണാകുലമടവിയിൽ ശസ്ത്രചാപങ്ങളോടും കൂടവേ കിടക്കുന്ന എത്രയോ അടുത്തു കാണായതു മധ്യമാർഗം അന്നേരം സൗമിത്രിയോടരുളി ചെയ്തു രാമൻ ഭിന്നമായൊരു രഥം കാൺകെടോ കുമാരനീ തന്വിംഗതനായൊരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യ രാക്ഷസൻ അവനോട് പോർ ചെയ്തിടിനാൻ അന്നേരം അഴിഞ്ഞ തേർക്കോപ്പിതാ കിടക്കുന്നു എന്നു വന്നിടാം അവർ കൊന്നാരോ ഭക്ഷിച്ചാരോ ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം ജാനകി തന്നെ തിന്നു തൃപ്തനായൊരു യാതുധാനിനെ കിടക്കുന്നതത്രേ നീ കണ്ടില്ലയോ കൊല്ലുവേനിവനെ ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലുമിങ്ങാശു തന്നീടെന്നതു കേട്ട നേരം വിത്രസ്തഹൃദനായി പക്ഷിരാജനം ചൊന്നാൻ വദ്യനല്ലഹം തവ ഭക്തനായൊരു ദാസൻ മിത്രമെത്രയും തവ താതനു വിശേഷിപ്പും സ്നിഗ്ധനായിരിപ്പോരു പക്ഷിയാം ജടായു ഞാൻ ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ പത്തി തന്നെ ആകാശെ പോകുന്ന നേരമറിഞ്ഞു ഞാൻ പെട്ടെന്നു ചെന്നു തടുത്തവനെ യുദ്ധം ചെയ്തു മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനും അപ്പോൾ പുഷ്ടവേദനയോടെ ഭൂമിയിൽ വീണേനല്ലോ നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞു മരിയായിക്കന്നിന്ദിരാദേവിയോട് വരവും വാങ്ങിക്കൊണ്ടേൻ തൃക്കൺ പാർക്കേണമെന്നെ കൃപയാ കൃപാനിധേ തൃക്കളിണ നിത്യമുൾക്കാമ്പിൽ വസിക്കണം ഇത്തരം ജടായുധൻ വാക്കുകൾ കേട്ടുനാഥൻ ചിത്തകാരുണ്യം പൂണ്ടു ചെന്നടുത്തിരുന്നു തൻ തൃക്കൈകൾ കൊണ്ടു തലോടിനാൻ അവനുടൻ ദുഃഖാശ്രുപ്തതനയത്തോടു രാമചന്ദ്രൻ ചൊല്ലഹോ മമ വല്ലഭ വൃത്താന്തം നീ എല്ലാം എന്നതു കേട്ടു ചൊല്ലിനാൻ ജടായുവും ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മീരാജി. രക്ഷോ നായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണാദിശി പോയാനെന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി മരണപീഡയാലെ നല്ലതു വരുവതിനായി അനുഗ്രഹിക്കേണം നിന്തിരുവടി തന്നെ കണ്ടിരിക്കവേ ബന്ധമറ്റിടും വണ്ണം മരിപ്പാനവകാശം വന്നതു ഭവൽ കൃപാപാത്രമാകയാ ലഹം പുരുഷോത്തമാദയാനിധേ നിന്തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരാനന്ദാത്മാ പരമാത്മാ മായാ മാനുഷരൂപി സന്തതമന്തർഭാഗ്യേ വസിച്ചിടുക വേണം നിന്തിരുമേനി ഘനശ്യാമളമഭിരാമം അന്ത്യകാലത്തിങ്കലീ വണ്ണം കാണായ് മൂലം ബന്ധവോ മറ്റു മുക്തനായേ ഞാനെന്നു നൂനം ബന്ധുഭാവേന ദാസനാകിയോരടിയനെ ബന്ധുക സുമസമ തൃക്കരതലം തന്നാൽ ബന്ധുവത്സല മന്ദം തൊട്ടരുളേണമെന്നാൽ നിന്തിരുമലരടിയോടു ചേർന്നിടാമല്ലോ ഇന്ദിരാപതിയതു കേട്ടുടൻ തലോടിനാൻ മന്ദം പൂർണാത്മാനന്ദം വന്നിടും വണ്ണം അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജടായുവും മന്നിടം തന്നിൽ വീണ നേരത്തു രഘുവരൻ കണ്ണുനീർ വാർത്തു ഭക്തവാത്സല്യ പരവശാലർണോജ നേത്രൻ പിതൃമിത്രമാം പക്ഷീന്ദ്രന്റെ ഉത്തമാംഗത്തെ എടുത്തുത്സംഗസീമ്നി ചേർത്തിട്ടുത്തര കാര്യാർത്ഥമായി സോദരനോടും ചൊന്നാൻ കാഷ്ടങ്ങൾ കൊണ്ടുവന്നു നല്ലൊരു ചിത തീർത്തു
കൂട്ടണമഗ്നി സംസ്കാരത്തിനു വൈകിടാതെ ലക്ഷ്മണനതു കേട്ടു ചിതയും തീർത്തിടിനാൻ. തൽക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു, പിന്നെ സ്നാനവും കഴിച്ചുദകക്രിയാദികളും ചെയ്തു. കാനനെ തത്ര മൃഗം വധിച്ചു മാംസഖണ്ഡം പുല്ലിന്മേൽ വച്ചു ജലാദികളും നൽകിടിനാൻ. നല്ലൊരു ഗതിയവനുണ്ടാകാൻ പിത്രാർത്ഥമായി. പക്ഷികൾ ഇവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീന്ദ്രൻ അതുകൊണ്ടു തൃപ്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തി കമലേക്ഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കുന്നു സാദരമരുൾ ചെയ്തു. അന്നേരം വിമാനമാരുഹ്യ ഭാസുരം ഭാനുസന്നിഭം ദിവ്യരൂപം പൂണ്ടോരു ജടായുവും ശങ്കാരി ഗദാ പത്മ മകുട പീതാംബരാദ്യങ്കിത രൂപം കൊണ്ടു വിഷ്ണു പാർഷദ്വന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ തേജസാ സകല ദിഗ്വ്യാപ്തനായി കാണായി വന്നു. സന്നദ്ധ ഗാത്രത്തോടുമുയരെ കൂപ്പിത്തൊഴുതുന്ന ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്താൻ. അഗണ്യ ഗുണമാദ്യമവ്യയം അപ്രമേയം അഖില ജഗൽ സൃഷ്ടി സ്ഥിതി സംഹാരമൂലം പരമം പരാപരമാനന്ദം പരമാത്മനം വരദമഹം പ്രണതോസ്മി സന്തതം രാമം. മഹിത കടാക്ഷ വിക്ഷഭിതാമരശുജം രഹിതാവതി സുഖമിന്ദിരാ മനോഹരം ശ്യാമളം ജടാമകുടോജ്വലം ചാപശര കോമളകരാംബുജം പ്രണതോസ്മ്യം രാമം. ഭുവന കമനീയ രൂപമീഡിതം ശതരവിഭാസുരമഭീഷ്ടപ്രദം ശരണദം സുരപാദപ മൂല രജിത നിലയനം സുരസഞ്ജയ സേവ്യം പ്രണതോസ്മ്യഹം രാമം. ഭവകാനന ഭവദഹന നാമധേയം ഭവപങ്കജ ഭവമുഖദൈവതം ദേവം ധനുജപതി കോടി സഹസ്ര വിനാശനം മനുജാകാരം ഹരി പ്രണതോസ്മ്യഹം രാമം. ഭവഭാവനാഹരം ഭഗവൽ സ്വരൂപിണം ഭവഭീവിരഹിതം മുനിസേവിതം പരം ഭവസാഗര തരണാംഘ്രിപോതകം നിത്യം ഭവനാശയാനിശം പ്രണതോസ്മ്യഹം രാമം. ഗിരിജഗിരിസുധാ ഹൃദയാംബുജവാസം ഗിരിനായകധരം ഗിരിപക്ഷാരിസേവ്യം സുരസഞ്ജയതനുജേന്ദ്ര സേവിതപാദം സുരപമണിനിഭം പ്രണതോസ്മ്യഹം രാമം. പരതാരാർത്ഥ പരിവർജിതമനീക്ഷിണാം പരപൂരുഷ ഗുണഭൂതി സന്തുഷ്ടാത്മനാം പരലോകൈകഹിത നിരതാത്മനാം സേവ്യം പരമാനന്ദമയം പ്രണതോസ്മ്യഹം രാമം. സ്മിതസുന്ദര വികസിത വക്ത്രാംബോരുഹം സ്മൃതിഗോചരമസിതാംബുധകളേബരം സിത പങ്കജചാരുനയനം രഘുവരം ക്ഷിതിനന്ദിനീവരം പ്രണതോസ്മ്യഹം രാമം. ജലപാത്രൗഘസ്ഥിതര വിമണ്ഡലം പോലെ സകല ചരാചര ജന്തുക്കളിൽ വാഴും പരിപൂർണാത്മാനമദ്വയമവ്യയമേകം പരമം പരാപരം പ്രണതോസ്മ്യഹം രാമം. വിധിമാധവശം പുരൂപഭേദേന ഗുണത്രിദയ വിരാജിതം കേവലം വിരാജന്തം ത്രിദശ മുനിജനസ്തുതമവ്യക്തമജം ക്ഷിതിജാ മനോഹരം പ്രണതോസ്മ്യഹം രാമം. മന്മഥ ശതകോടി സുന്ദര കളേബരം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മകർമാധാരമപ്യനാധാരം നിർമ്മമാത്മാരാമം പ്രണതോസ്മ്യഹം രാമം. സ്തുതി കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി പത്രീന്ദ്രൻ തന്നോടരുളി ചെയ്തു മധുരമായി അസ്തുതേ ഭദ്രം ഗച്ഛ പദം മേ വിഷ്ണോപരം. സ്ത്രോത്രമെഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവനു വന്നിടും മത്സാരൂപ്യം. പക്ഷീന്ദ്ര നിന്നെ പോലെ മൽപരായണനായാൽ ഇങ്ങനെ രാമവാക്യം കേട്ടൊരു പക്ഷി ശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചുപോയി ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചുതേ നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ.
പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോ ദിശി സീതയെ കാണായികയാൽ സന്നധൈര്യേണ വനമാർഗെ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു. തൽക്ഷണമേവം രാമചന്ദ്രനുമരുൾ ചെയ്താൻ, വക്ഷസീവദനവും യോജനബാഹുക്കളും ചക്ഷുരാദികളുമില്ലെന്തൊരു സത്വമിതം. ലക്ഷ്മണ കണ്ടായോ നീ, കണ്ടോളം ഭയമുണ്ടാം ഭക്ഷിക്കുമിപ്പോൾ ഇവൻ നമ്മയെന്നറിഞ്ഞാലും. പക്ഷിയും മൃഗവുമല്ലെത്രയും ചിത്രം ചിത്രം, വക്ഷസീ വക്ത്രം കാലും തലയുമില്ലതാനും. രക്ഷസു പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നന്മേ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽ. തദ്ഭുജ മധ്യസ്ഥമാരായിതു കുമാര നാം കൽപ്പിതം ധാതാവിനാൽ എന്തെന്നാൽ അതു വരും. രാഘവനേവം പറഞ്ഞിടിനോരനന്തരം ആകുലമകന്നൊരു ലക്ഷ്മണനരുച ചെയ്താൻ. പോരും വ്യാകുലഭാവം എന്തിനി വിചാരിപ്പോനോരോരോ കരം ഛേദിക്കണം നാം ഇരുവരും. തൽക്ഷണം ഛേദിച്ചിതു ദക്ഷിണഭുജം രാമൻ, ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാനതു നേരം. രക്ഷോ വീരനും അതിവിസ്മയം പൂണ്ടു രാമലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോടെ, മദ്ഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഭുവനത്തിലാരുമുണ്ടായിലിതിൻ കീഴിൽ. അത്ഭുതകാരന്മാരാം നിങ്ങളാരിരുവരും സൽപുരുഷന്മാരെന്നു കൽപ്പിച്ചിടുന്നേ ഞാനും. ഘോരകാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്തു നിങ്ങൾ സത്യം ചൊല്ലുക വേണം. ഇത്തരം കബന്ധവാക്യങ്ങൾ കേട്ടൊരു പുരുഷോത്തമൻ ചിരിച്ചുടനുത്തരമരുൾ ചെയ്തു. കേട്ടാലും ദശരഥ നാമയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനഹം രാമനെന്നല്ലോ നാമം. സോദരനിവൻ മമ ലക്ഷ്മണനെൻ നാമം സീതയെന്നുണ്ടു മമ ഭാര്യയായൊരു നാരി. പോയിതു ഞങ്ങൾ നായാട്ടിന്നതു നേരമതി, മായാവി നിശാചരൻ കട്ടുകൊണ്ടങ്ങു പോയാൻ. കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെ അതിഭീഷണ വേഷത്തോടും പാണികൾ കൊണ്ടു തവ വേഷ്ടിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം ഛേദിച്ചീടിനേൻ കരങ്ങളും. ആരെടോ വികൃത രൂപം ധരിച്ചോരു ഭവാൻ, നേരോടെ പറകെന്നു രാഘവൻ ചോദിച്ചപ്പോൾ സന്തുഷ്ടാത്മനാ പറഞ്ഞിടിനാൻ കബന്ധനും. നിന്തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനകം. നിന്തിരുവടി തന്നെ മുന്നിലമ്മാറു കാണായി വന്നൊരു നിമിത്തമായി ദിവ്യനായിരിപ്പൊരു ഗന്ധർവനകം. രൂപയൗവനധർപ്പിതനായി സഞ്ചരിച്ചിടും കാലം സുന്ദരീ ജനമനോധൈര്യവും ഹരിച്ചതി. സുന്ദരനായൊരു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചിതു. ദുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടിനാൻ. ദുഷ്ടനായുള്ളൊരു നീ രാക്ഷസനായി പോകെന്നാൻ. തുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടിനാൻ. സാക്ഷാൽ ശ്രീനാരായണൻ തന്തിരുവടി തന്നെ മോക്ഷദൻ ദശപുത്രനായി തേത്രായുഗേ വന്നവതരിച്ചു നിൻ ബാഹുക്കളറുക്കുന്നാൾ. വന്നിടുമല്ലോ ശാപമോക്ഷവും നിനക്കെടോ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രണ്ടുപേരും വായിച്ചോളൂ. കൊണ്ട് രാക്ഷസനായോ കാലമങ്ങോരോ ദിനം ശത്മന്യു വിനേപാഞ്ഞെടുത്തെ നദി രൂഷ. ശതകോടിയാൽ തലയറുത്തു ശതമകൻ വജ്രമേറ്റിട്ടും മമ വന്നില്ല മർണമ. തദ്വജ സംഭവൻ മമ തന്നോരു വരതിനാൽ വദ്യോനലായ മൂലം വൃത്തിക്കു മഹേന്ദ്രനു മുതമാങ്കതേ മമ കുക്ഷീല കിടിനാൻ. വക്രതപാദങ്ങൾ മമ കുക്ഷീലായ ശേഷം ഹസ്തയുഗമോരോ യോജനായ വർത്തിച്ചിടുന്നേ വൃത്തിക്കു ശക്രജ്യ സത്യസഞ്ജയം മമ ഹസ്ത മധ്യ സഫമായാൽ വക്രതേന
ഭക്ഷിച്ചു ഞാൻ വർദ്ധിച്ചേനിത്ര നാളു മുത്തമൊത്തമ രഘുനായക ദയാനിധേ വഹനീയവും ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യമാരക നോക്കവേ ചൊല്ലിടുവാൻ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. സ്മിതമാതാജി ഹരേ കൃഷ്ണ. സ്മിതമാതാജി ഉണ്ടോ? പ്രഭു എനിക്ക് എവിടെയെന്നെ അറിയില്ല. ഓക്കെ. പിന്നെ ഇനി ഉള്ളത് സിമ്മി പോയോ? ഓക്കെ, സിമ്മി ഓക്കെ. ബാലൻസ് ചെറിയൊരു പാരഗ്രാഫും കൂടെ. ഓക്കെ, വായിച്ചോളൂ. മേദിനി കുഴച്ചതിൽ ഇന്ധനങ്ങളും നായകനായി ദിവ്യ വിഗ്രഹത്തോടും മനമാനനായ സർവഭൂഷണ പരിഭൂഷിതനായ നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്തിഭൂമിയിൽ സാഷ്ടാംഗമായ നിന്നോട് നമസ്കാരം ചെയ്തു കുവിതോയു നിന്നു. പിന്നെ ഗന്ധർവനും ആനന്ദവിവശനായ കൊണ്ടു സ്തുതിച്ചു തുടങ്ങിനാൻ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നമ്മള് മംഗളകരമായ ഭാഗമാണ് വായിച്ചത്. രാമായണം വായിക്കുമ്പം അനുഗ്രഹങ്ങളുടെ ഭാഗം നമ്മൾ വായിക്കുമ്പം ആർക്കാണോ ഭഗവാൻ അനുഗ്രഹം കൊടുത്തത് അതേ അനുഗ്രഹം ഈ വായിക്കുന്നവർക്കും ഈ കേൾക്കുന്നവർക്കും ഉണ്ടാകും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഭാഗവതവും രാമായണവും വായിക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ ഗൃഹത്തിൽ വായിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ ഇത് വായിക്കുന്നവരും ഭാഗ്യവാന്മാരാണ്, അവർക്കും അതേ അനുഗ്രഹം, കേൾക്കുന്നവരും ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ടാണ് ഉറച്ചു വായിക്കുന്നത്. സർവചരാചരങ്ങളും കേൾക്കണം, അന്തരീക്ഷം വരെ ശുദ്ധമാകും. ഒരു രാക്ഷസ ശല്യവും, അതായത് അമംഗളകരമായ ഒന്നും വീട്ടിൽ നടക്കില്ല. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്ന. ഒന്ന്, സ്തുതികൾ വായിക്കുമ്പോൾ നമ്മൾ ആദ്യം വായിച്ചത് ഏത് സ്തുതിയോ? ജടായു സ്തുതി വായിച്ചു. അടുത്ത ഒരു സ്തുതി വരുന്നത് വരെ ദിവസവും രാവിലെയോ വൈകിട്ടോ ഇത് വായിക്കാൻ ശ്രമിക്കണം. അടുത്തൊരു സ്തുതി വരുന്നത് വരെ നമ്മൾ ദിവസവും വായിക്കണം. മംഗളകരമാണ്. അതുപോലെ തന്നെ നമ്മൾ അറിയാതെ തന്നെ ഇത് ബൈഹാർട്ട് ആവുകയും ചെയ്യും. മംഗളകരമാണ്, അത് മനസ്സിൽ പതിയുകയും ചെയ്യും. അതൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് അടുത്ത സ്തുതി വരെ ഇത് ദിവസവും വായിക്കാൻ ശ്രമിക്കണം. പിന്നെ ശ്രീരാമചന്ദ്രനെ ആരാണെന്ന് ഇവിടെ കൊടുക്കുന്നു. നിന്തിരുവടി സാക്ഷാ ശ്രീ മഹാവിഷ്ണു പരമാനന്ദാത്മാ പരമാത്മാ മായാ മനുഷ്യൻ അരൂപി സന്തധർമ്മന്തർഭാഗേ വസിച്ചിടുക വേണം നിന്തിരുമേനി ഘനശ്യാമളാഭിരാമം. ഇപ്പം അങ്ങനെയുള്ള ജടായു സ്തുതിക്കുന്നതാണ്. അങ്ങനെയൊക്കെ ഉള്ള ശ്രീരാമചന്ദ്രനാണ് സീതാദേവിയെ. നമുക്കൊരു ആശയവിരുദ്ധമല്ലേ? സീതാദേവിയെ അന്വേഷിച്ചു പോകുന്നു, എൻ്റെ സീതയെ കണ്ടു. ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് പാർവതി ദേവി മഹാദേവരോട് സംശയം ചോദിക്കല്ല, പാർവതി ദേവിയുടെ മനസ്സിൽ ഒരു സന്ദേഹം വരുന്നത്. നോക്കുമ്പം എൻ്റെ ഭർത്താവ് വളരെ വലിയൊരു യോഗിയാണ്, പക്ഷെ അദ്ദേഹം ശ്രീരാമചന്ദ്രനെയാണ് ധ്യാനിക്കുന്നത്. ഈ ശ്രീരാമചന്ദ്രനോ ഏതോ ഒരു രാക്ഷസൻ സ്വന്തം ഭാര്യയെ പിടിച്ചോണ്ട് പോയി, ലക്ഷ്മി ദേവിയെ പിടിച്ചോണ്ട് പോയിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്ന അടുത്താണ് കാണുന്ന വൃക്ഷങ്ങളോട്, വള്ളികളോട്, പോകുന്ന പക്ഷികളോട്, മൃഗങ്ങളോടൊക്കെ. ഇങ്ങനെ സ്വന്തം ഭാര്യ പോലും എവിടെയാണെന്ന് പോയതെന്ന് അറിയാൻ വയ്യാത്ത ആ ശ്രീരാമചന്ദ്രനെയാണ് എൻ്റെ ഭർത്താവ് വളരെ യോഗിയാണ്, അമാനുഷികപരമായ കാര്യങ്ങളുണ്ട്, ഒരുപാട് ഭക്തന്മാരുണ്ട് എന്നിട്ട് ധ്യാനിക്കുന്നത്. വളരെ വലിയൊരു ആശയക്കുഴപ്പമുണ്ടായി. എന്നിട്ട് ഈ പാർവതി ദേവി മഹാദേവർ അറിയാതെ തന്നെ അവിടുന്ന് ഈ വനത്തിലേക്ക് വന്നിട്ട് ശ്രീരാമചന്ദ്രൻ വരുന്ന വഴിക്ക് അവിടെ നിന്നു.
എങ്ങനെ നിന്നു? സീതാദേവിയുടെ വേഷം കൊണ്ട് നിന്നു. അപ്പം ശ്രീരാമചന്ദ്രനെ കളിപ്പിക്കണം. സാധാരണ മനുഷ്യനായിട്ട് തന്നെ പാർവതി ദേവി കാണുകയാണ്. അങ്ങനെ സീതാദേവിയുടെ വേഷത്തിൽ നിൽക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ മുന്നിൽ വന്നു. ശ്രീരാമചന്ദ്രൻ ഈ സീതാദേവിയെ കണ്ടിട്ട് ചോദിക്കുന്നു, അല്ലയോ ഭവതി, ഈ കൊടും വനത്തില്, ക്രൂരമായ മൃഗങ്ങളുള്ള ഈ വനത്തില് അങ്ങ് മഹാദേവരെ വിട്ടിട്ട് ഒറ്റയ്ക്ക് എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു. ഇപ്പം പാർവതി ദേവി സ്തബ്ധയായിപ്പോയി. തലകുനിച്ച് തൊഴുതിട്ട് നേരെ മഹാദേവരുടെ അടുത്തിരുന്നു. മഹാദേവര് ധ്യാനത്തിൽ നിന്ന് ഉണർന്നിട്ട് പാർവതി ദേവിയോട് ചോദിച്ചു, പോയ കാര്യങ്ങൾ എന്തായി എന്ന് ചോദിച്ചു. അപ്പൊ മഹാദേവരുടെ അടുത്ത് പറഞ്ഞു, ഓ, ഒന്നും എനിക്കറിയില്ല. ഈ ജഗത്തിനെ പറ്റി എല്ലാം അങ്ങേക്കേ അറിയത്തുള്ളൂ. അങ്ങയുടെ നാഥനെ പറ്റിയും അങ്ങേക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇതാണ് ഭഗവാന്റെ മഹത്വം. അപ്പൊ ഇതെല്ലാം കണ്ടിട്ടാണ് ജടായു ഭഗവാനെ സ്തുതിക്കുന്നത്. അങ്ങനെ ഭഗവാനെ സ്തുതിച്ചിട്ട് ജടായുവിന്റെ എല്ലാ കാര്യങ്ങളും കർമ്മങ്ങളും ഒരു മകന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഭഗവാൻ ചെയ്തു കൊടുക്കുകയാണ്. പിന്നെ കമ്പന്തനെ അനുഗ്രഹിച്ചൊക്കെ നമ്മൾ വായിച്ചു. ഇപ്പൊ രാമായണത്തിലൂടെ പോകുമ്പം ഭഗവാനും ഭക്തനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധങ്ങളെ പറ്റിയാണ് ഭഗവത്ഗീത വായിക്കുന്നത് പോലെ തന്നെ അർജുനനും ഭഗവാനും തമ്മിലുള്ള ബന്ധം പോലെ തന്നെ ശ്രീരാമചന്ദ്രന് കുറേ ഭക്തന്മാരുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയും നമുക്കിവിടെ വായിക്കുന്നത് കേൾക്കാം. ഹരേ കൃഷ്ണ. അപ്പൊ ഇത് ഓർമ്മിച്ചിരിക്കണം. അടുത്ത സ്തുതി വായിക്കുന്നത് വരെ ഇന്നത്തെ ഒരു ദിവസം വായിച്ച സ്തുതി വായിച്ചുകൊണ്ടേയിരിക്കണം. സുശീം പ്രഭു, ഹരേ കൃഷ്ണ, എന്ത് പറയുന്നു? ഹരേ കൃഷ്ണ പ്രഭു, എന്ത് പറയാനാണ്, നല്ലതാണ് ഇതൊക്കെ കേൾക്കുന്നത്. നാമജപം കൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ച് കോൺസെൻട്രേഷനിലൂടെ മുക്തിമാർഗം അല്ലെങ്കിൽ മോക്ഷം, അതാണല്ലോ എല്ലാത്തിൻ്റെ ഒരു ഉദ്ദേശം. തീർച്ചയായും അതിന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൊള്ളാം. അതായിരിക്കും കുറച്ചുകൂടെ, ഇൻ ദ സെൻസ് ഇതെല്ലാം എൻ്റെ ഒരു ബാക്കപ്പ് ആണല്ലോ. ലിബറേഷൻ നമ്മളെ സംസ്കാരത്തിലേ ഉള്ളു ലിബറേഷൻ, ബാക്കിയൊക്കെ സറണ്ടറാണ്. അതെ, നമ്മളെ ഒരു പടിയും കൂടെ മുന്നിലാണ് സറണ്ടറിങ് ആൻഡ് ലിബറേഷൻ. ശരണാഗതിയും സറണ്ടർ ചെയ്യുന്നതിന് ലിബറേഷന് വേണ്ടിയാണല്ലോ. അതെ അതെ. അൾട്ടിമേറ്റ് എയിം ഈസ് ലിബറേഷൻ, നോട്ട് സറണ്ടർ. സറണ്ടർ ചെയ്യുന്നതിന് ലിബറേഷന് വേണ്ടിയാണ്, ഇങ്ങോട്ട് വരാതിരിക്കാനല്ലേ. അതാണ് നമ്മൾ ഒരു പടിയും കൂടെ മുന്നിലാണ്. അതെ. ഇപ്പം പണ്ടൊക്കെ ഗൃഹത്തില് ഈ രാമായണവും ഭാഗവതവും വായിക്കുന്നത് തന്നെ ഇതിനു വേണ്ടിയിട്ടായിരുന്നു. പണ്ട് ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു, നമ്മൾ സ്വന്തമായിട്ടായിരുന്നു ഇരുന്ന് വായിക്കുന്നത്. പിന്നെ ആൾക്കാർ സുഖലോലുപരായിട്ട് മാറിയപ്പോൾ ആളിനെ പർച്ചേസ് ചെയ്ത് കൊണ്ട് വായിപ്പിക്കാൻ തുടങ്ങി. അതൊരു ഭാഗത്തിരുന്ന് വീട്ടിൽ വായിക്കും അവര്, നമ്മൾ കിച്ചണിലോ വേറെ എവിടെങ്കിലും ഒക്കെ പോയിരിക്കും. ഇതാണ് നമ്മുടെ വീട്ടിൽ. ഭാഗവതം കെട്ടി വായിക്കും, രാമായണവും കെട്ടി വായിക്കും. അതെ, വായിക്കുമായിരുന്നു. അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. നമ്മളെല്ലാം അത് കേട്ടിട്ട് വളർന്നവരാ അല്ലേ. ആ ഭാഗം നമ്മളുടെ അപ്പോഴത്തെ ഒരു സ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. കൃത്യമാണ്, ശരിയാ. അത് ചില കാര്യങ്ങൾ റിസൾട്ട് അറിയാൻ വേണ്ടി നമ്മൾ ഭാഗവതം കെട്ടി വായിക്കും, രാമായണം കെട്ടി വായിക്കും. അപ്പൊ രാമായണത്തിൽ ആ കോണ്ടെക്സ്റ്റ് എന്താണോ വരുന്നത് അതായിരിക്കും നമ്മൾ അപ്പോഴത്തെ ഒരു നില, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനുള്ള ആൻസർ. അതെ, സത്യം. അതുണ്ട്, അത് കൃത്യമാണ്. അതെ, പണ്ടുള്ളവർ ഇതൊക്കെ ചെയ്യുമായിരുന്നു. സുമാജി ഇല്ലേ, ഓർമ്മയില്ലേ? അത് ഇപ്പോഴും ചെയ്യും. അതെ, നമ്മളിപ്പോ ഈയിടെ വർക്കല ക്ഷേത്രത്തിൽ പോയപ്പോ ഭാഗവതം വായിക്കുന്നത് നമ്മള് കാര്യം കൊണ്ടുപോയില്ല, അവര് വായിക്കുന്ന ഭാഗവതം. അവരവിടെ വഴി സ്റ്റെപ്പിലിരിക്കുന്ന നമ്മൾ വെറുതെ ഒത്തിരി പൈസയും കൊടുത്ത് വായിപ്പിച്ചു. നടക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. അതെ, അപ്പം അത് തന്നെയാണ് അതിൽ കാര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ കോണ്ടെക്സ്റ്റിൽ കാര്യമുണ്ടാവും. അതെ അതെ. അപ്പം ഈ ബുധനാഴ്ച ഇങ്ങനെ കൂടാനുള്ള അനുഗ്രഹം ഇപ്പോഴും സുമാജിക്കും മീരാജിക്കും ക്രെഡിറ്റ് കൊടുക്കണം. നമുക്ക് ശ്രീരാമേന്ദ്രന്റെ അനുഗ്രഹം കൂടെ നമുക്ക് കിട്ടും. സ്മിത മാതാജി പറഞ്ഞോളൂ. പ്രത്യേകിച്ചൊന്നും പറയാനില്ല.
പ്രഭു ഫ്രൈഡേ നാട്ടിലേക്ക് പോവുകയാണ്, അറിയാത്ത ആൾക്കാർക്ക് അറിയാം. നവനീത ചോര നടവരലാല ഗോപാല നന്ദലാല നവനീത ചോര നടവരലാല ഗോപാല മോഹന മുരളി ഗാന വിലോല മോഹന ജയ ഗോപാല നന്ദലാല നവനീത ചോര നടവരലാല ഗോപാല ദേവകി വസുദേവ കുമാര ദേവദേവ ഗോപാല പോയി നടവരലാല ഗോപാല. ഓക്കെ, ഹരേ കൃഷ്ണ. താങ്ക് യു ഗൗരി. ഹരേ കൃഷ്ണ. ഓക്കെ, ഈ ഗൗരി ഇവിടെ